ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ലേബർ ലോ 2 ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ഫാക്ടറീസ് ആക്ടിലെ കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അവസാനമായി നോക്കാനുള്ള 2 ടോപ്പിക്കും കൂടാണ് എംപ്ലോയ്മെൻറ്റ് ഓഫ് വിമണും എംപ്ലോയ്മെൻറ്റ് ഓഫ് യങ് പേഴ്സണും. അതിലെ എംപ്ലോയ്മെൻറ്റ് ഓഫ് വിമൺ എന്ന് പറയുന്നത് ഫാക്ടറീസ് ആക്ടിലെ റൂൾസ് മെയിലിനും ഫീമെയിലിനും ആപ്ലിക്കബിൾ ആണ്. അതിലെ ചില പ്രൊവിഷൻസ് മാത്രം അഡൽട്ട് ഫീമെയിൽ വർക്കേഴ്സിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ പ്രൊവിഷനാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഒന്നാണ് വർക്ക് ഓൺ ഓർ നിയർ മിഷനറി ഇൻ മോഷൻ. അപ്പോൾ വിമൺ വർക്കേഴ്സ് ഒരിക്കലും മിഷനറി മോഷൻ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. അടുത്ത പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് വിമൺ നിയർ കോട്ടൺ ഓപ്പണേഴ്സ്. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്ക് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു വിമണിനും ചിൽഡ്രനും കോട്ടൺ ഓപ്പണേഴ്സിൻ്റെ അടുത്ത് ജോലി ചെയ്യാൻ വേണ്ടി കഴിയില്ല. അടുത്തത് ക്രച്ചസ് ആണ്. ക്രച്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ഫാക്ടറിയിലും 30 വിമൺസിൽ കൂടുതൽ ആളുകൾ എംപ്ലോയ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്യൂട്ടബിൾ റൂംസ് ഉണ്ടായിരിക്കണം. അടുത്ത റെസ്ട്രിക്ഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് വിമൺ. വിമൺസിന് 6 മണി തൊട്ട് 6 AM തൊട്ട് 7 PM വരെയാണ് എന്ത് ചെയ്യാനുള്ളത്? വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. 10 PM തൊട്ട് 5 AM വരെ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആ ലിമിറ്റ്സ് ചില പ്രൊവിഷൻസ് വെച്ചിട്ട് വേരിയേഷൻ നടത്താൻ വേണ്ടി കഴിയുന്നതാണ്. പക്ഷെ ഒരു കാരണവശാലും 10 PM തൊട്ട് 5 AM വരെ സാധിക്കത്തില്ല. ഓക്കെ, 10 PM തൊട്ട് 5 AM വരെ പറ്റത്തില്ല. 6 AM തൊട്ട് 7 PM വരെയാണ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചില ലിമിറ്റ്സൊക്കെ വേരി ചെയ്യാം. പക്ഷെ 10 PM തൊട്ട് 5 AM വരെ നടക്കത്തേയില്ല. ഫാക്ടറീസ് ആക്ട് കൺസോളിഡേറ്റ് ചെയ്ത് അമെൻഡ് ചെയ്ത് പുതിയ കോഡായിട്ടുള്ള ഒക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ 2020 മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ ഓഫ് വിമൺ എംപ്ലോയ്മെൻറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. വിമൺസിന് വിത്തൗട്ട് റിസ്ക് ആണ്, അവരുടെ സേഫ്റ്റിക്കൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൺസെൻറ്റ് ഉണ്ടെങ്കിൽ വിമൺസിൻ്റെ കൺസെൻറ്റോട് കൂടി അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വർക്ക് ചെയ്യാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഡേഞ്ചറസ് ഓപ്പറേഷനൊക്കെയാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അവിടെ വിമൺസിന് ജോലി ചെയ്യുന്ന ആ ഒരു എംപ്ലോയ്മെൻറ്റിന് കുറച്ച് റെസ്ട്രിക്ഷൻസും പ്രൊഹിബിഷൻസും ഒക്കെ വെക്കും റൂൾസിൻ്റെ അകത്ത്. എംപ്ലോയ്മെൻറ്റ് ഓഫ് യങ് പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? എയ്തർ എ ചൈൽഡ് ഓർ ആൻ അഡോളസെൻറ്റ്. ഓക്കെ, നോ ചൈൽഡ് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് 14 years. 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഒരു കുട്ടിക്ക് ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ 15നും 18നും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വർക്ക് ചെയ്യാം. അവിടെ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. 2 പറയുന്നത് ആ ഒരു റെഫറൻസ് ടു സച്ച് സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. സെക്ഷൻ 69 അകത്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഗ്രാൻറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. സർട്ടിഫയിങ് സർജനാണ് അത് ഗ്രാൻറ്റ് ചെയ്യുന്നത്. എങ്ങനെ? ഓൺ ആപ്ലിക്കേഷൻ ഓഫ് എനി യങ് പേഴ്സൺ ഓർ ഹിസ് പേരൻ്റ്. ഒരു യങ് പേഴ്സണോ അല്ലെങ്കിൽ അവൻ്റെ പേരൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഗാർഡിയനോ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, ഈ ഫാക്ടറിയുടെ മാനേജർ സൈൻ ചെയ്ത കുറച്ച് ഡോക്യുമെൻറ്റ്സ് അക്കമ്പനി ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്? ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ സർട്ടിഫയിങ് സർജൻ വന്ന് മാനുഫാക്ചറിങ് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ എക്സാമിൻ ചെയ്യും. ഫാക്ടറിയുടെ മാനേജർ ഈ കുറച്ച് എക്സാമിനേഷനൊക്കെ നടത്തിയതിന് ശേഷം യങ് പേഴ്സൻ്റെ എക്സാമിനേഷൻ നടത്തിയതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റിന് വേണ്ടി. അതുപോലെ തന്നെ സർട്ടിഫയിങ് സർജൻ അതെല്ലാം എക്സാമിൻ ചെയ്ത് ഓക്കെ കൊച്ചിന് കൊടുക്കാനുള്ള അർഹതയുണ്ടെന്ന് കണ്ടു കഴിയുമ്പോഴേ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ഇനി സർട്ടിഫയിങ് സർജൻ ഈ എക്സാമിനേഷന് ശേഷം എന്തോ ചെയ്യുന്നു? ഈ യങ് പേഴ്സണ് സർട്ടിഫിക്കറ്റ് ഗ്രാൻറ്റ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്ത് കൊടുക്കുന്നു. ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ചൈൽഡ് ഇഫ് ഹീ സാറ്റിസ്ഫൈഡ്. എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? ചൈൽഡ് യങ് പേഴ്സൺ 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ വർക്ക് ചെയ്യാൻ വേണ്ടി ഫിറ്റ് ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ അഡൽട്ട് എന്ന് പറയുന്നത് എന്താണ്? അഡൽട്ട് എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം?
15 വയസ്സ് പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഫാക്ടറിയിൽ ഫുൾ ഡേ വർക്ക് ചെയ്യാൻ വേണ്ടി ഫിറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയും ആയിരിക്കണം. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഗ്രാൻഡ് ഓർ റിന്യൂഡ് ഈസ് വാലിഡ് ഫോർ 12 മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് 12 മാസത്തേക്കാണ് ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ എന്തെന്ന് പറയുന്നത്, ആ ഒരു കാലാവധി എന്ന് പറയുന്നത്. വേണമെങ്കിൽ പിന്നീട് അത് റിന്യൂ ചെയ്യാൻ വേണ്ടി കഴിയും. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്സിന് ആവശ്യമായിട്ടുള്ള ഫീസ് പേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ഫീസ് പേ ചെയ്യേണ്ടത് കൊച്ചിൻ്റെ പേരൻസോ ഗാർഡിയൻസോ ആയിരിക്കും. ഈ ഒരു അഡോളസെൻറ്റിന് സർട്ടിഫിക്കറ്റ് ഗ്രാൻറ്റ് ചെയ്തു, ഓക്കെ, സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളെ ഒരു അഡൽട്ടായിട്ടായിരിക്കും കണക്കാക്കുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് അവർ ഓഫ് വർക്ക്. അപ്പോൾ അവർ ഓഫ് വർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ആനുവൽ ലീവൊക്കെ അനുവദിക്കാൻ വേണ്ടി അഡൽട്ടായിട്ടായിരിക്കും കണക്കാക്കുന്നത്. അതുപോലെ ഒരു ഫീമെയിൽ അഡോളസെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെയിൽ അഡോളസെൻറ്റ് 17 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 6 AM തൊട്ട് 7 PM വരെ മാത്രമേ ജോലി ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആ ലിമിറ്റ് വേണമെങ്കിൽ വേരി ചെയ്യാം. എന്നിരുന്നാലും ആ വേരിയേഷൻ ഒരിക്കലും 10 PM തൊട്ട് 5 AM വരെ അനുവദിക്കത്തേയില്ല കൊച്ചുങ്ങളെ അവിടെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഈ ഒരു അഡോളസെൻ്റ് ആണ്, പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു ചൈൽഡായിട്ട് മാത്രമേ കണക്കാക്കത്തുള്ളൂ. ഈ വർക്കിംഗ് അവർ ഫോർ ചിൽഡ്രൻ, ഒരു ചൈൽഡ് ഒരു കാരണവശാലും 4.5 മണിക്കൂറിന് മുകളിൽ ഒരു ദിവസം ജോലി ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നൈറ്റിലും ജോലി ചെയ്യാൻ വേണ്ടി പാടില്ല. ഇവിടെ ഈ നൈറ്റ് എന്നുദ്ദേശിക്കുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് 12 കോൺസിക്യൂട്ടീവ് അവേഴ്സ്, 12 കോൺസിക്യൂട്ടീവ് അവേഴ്സാണ്. വിച്ച് ഷാൽ ഇൻക്ലൂഡ് ഇൻ്റർവെൽ ബിറ്റ്വീൻ 10 PM തൊട്ട് 5 AM വരെയുള്ള ഇൻ്റർവെൽ അതിൽ വരും. പിന്നെയെന്ന് പറയുന്നത് നോ ചൈൽഡ് ഷാൽ ബി റിക്വയർഡ് ഓർ അലൗഡ് ടു വർക്ക് ഇൻ എനി ഫാക്ടറി ഓൺ എ ഡേ വിച്ച് ഹി ഹാസ് ഓൾറെഡി ബീൻ വർക്കിംഗ് ഇൻ അനദർ ഫാക്ടറി. ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ഫാക്ടറിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ ഫീമെയിൽ ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ 6 AM തൊട്ട് 7 PM വരെ മാത്രമേ ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ 6 AM തൊട്ട് 7 PM വരെ അനുവദിക്കത്തുള്ളൂ വർക്ക് ചെയ്യാൻ വേണ്ടി. ഇനി നോട്ടീസ് ഓഫ് പീരീഡ് ഓഫ് വർക്ക് അവിടെ ഫാക്ടറിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ്, എപ്പോഴാണ് ജോലി ചെയ്യേണ്ടത്, പിന്നെ ഏത് പീരീഡാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ള കാര്യമെല്ലാം ക്ലിയർ ആയിട്ട് ആ നോട്ടീസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി രജിസ്റ്റർ ഓഫ് ചൈൽഡ് വർക്കേഴ്സ് ഉണ്ട്. എല്ലാ ഫാക്ടറിയിലെയും മാനേജർ ഈ ചിൽഡ്രന് വേണ്ടി ഒരു രജിസ്റ്റർ പിന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ രജിസ്റ്ററിൻ്റെ അകത്ത് ഓരോ ചൈൽഡ് വർക്കറിൻ്റെയും നെയിം ഉണ്ടായിരിക്കണം. അവർ ചെയ്യുന്ന വർക്കിൻ്റെ നേച്ചർ ഉണ്ടായിരിക്കണം. ഏത് ഗ്രൂപ്പിലാണോ അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഈ ഗ്രൂപ്പ് വർക്ക് ഷിഫ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ അവരെ അലോട്ട് ചെയ്തിട്ടുള്ളത് എവിടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിൻ്റെ അകത്ത് ആ സർട്ടിഫിക്കറ്റിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഫാക്ടറിയിൽ വർക്ക് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് അവറിൻ്റെ സമയത്ത് ഏത് സമയത്താണെങ്കിലും ഇൻസ്പെക്ടർ വരുമ്പോൾ ഇൻസ്പെക്ടർക്ക് ആ രജിസ്റ്റർ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ രജിസ്റ്റർ ഇൻസ്പെക്ടർക്ക് അവൈലബിൾ ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. പറഞ്ഞിട്ടുള്ള രജിസ്റ്റർ ഓഫ് ചൈൽഡ് വർക്കറിൻ്റെ അകത്ത് ഒരു കൊച്ചിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ പേരും മറ്റുള്ള പർട്ടിക്കുലേഴ്സ് ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ആ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ വേണ്ടി അനുവദിക്കത്ത പോലുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ ഒരു 4 മാർക്കിന് ചോദിക്കാം, അല്ല ഓരോന്നായിട്ട് വേണമെങ്കിൽ 4 മാർക്കിനും 2 കൂടെ essay ആയിട്ടും ഒക്കെ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. വിമൺ ആണെങ്കിലും ശരി, ചിൽഡ്രൻ ആണെങ്കിലും ശരി, എന്ത് ചെയ്യത്തില്ല, 6 AM തൊട്ട് 7 PM വരെ വർക്ക് ചെയ്യാൻ വേണ്ടി അനുവദിക്കത്തില്ല. ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആ ഒരു വേരിയേഷൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇത് വരുത്താൻ വേണ്ടി പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേരി ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു കാരണവശാലും എന്ത് പറ്റത്തില്ല, 10 PM തൊട്ട് 6 AM വരെ 10 PM തൊട്ട് 5 AM വരെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി കഴിയത്തില്ല. ഇത്രയും കാര്യമാണ് ഇതിൻ്റെ അകത്തുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്